പള്ളിക്കൂദാശ രണ്ടാം തിങ്കൾ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപന ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. മറ കൂടാതെ തന്നെക്കുറിച്ച് സത്യസന്ധമായ ഒരു വിലയിരുത്തൽ നടത്തുകയാണ് യേശു. അപാരമായ തുറവിയും ചങ്കൂറ്റും ഉള്ളവർക്ക് മാത്രമേ ഇതിന് കഴിയൂ. ഇങ്ങനെയൊരു വിലയിരുത്തലിന് വിധേയപ്പെടാൻ നമ്മളിൽ എത്ര പേർ ധൈര്യപ്പെടും? നാം നമ്മെക്കുറിച്ച് കെട്ടിപ്പൊക്കി വച്ചിരിക്കുന്ന സ്വയം ധാരണകളെ മാറ്റിമറിക്കുന്ന അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നാൽ അത് അംഗീകരിക്കാനും തിരുത്താനുമുള്ള ഉദാരമനസ്കത നമുക്കില്ലെങ്കിൽ വലിയ മനക്ലേശത്തിനിടയാക്കും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ശിമോൻ ഏറ്റുപറയുന്നു. 100-100% മാർക്ക് ലഭിക്കുന്ന ഉത്തരം. പത്രോസിൻ്റെ പ്രകൃതമനുസരിച്ച് ഇങ്ങനെയൊരു അഭിപ്രായം പറയാൻ മാത്രം ആത്മബന്ധമോ സത്യസന്ധതയോ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് പറയാൻ കാരണം. താൻ സ്ഥാപിക്കാനിരിക്കുന്ന സഭയുടെ അമരക്കാരനാകേണ്ട വ്യക്തി ശിമയോനാണ് എന്ന വെളിപാടിലേക്കാണ് ഇത് യേശുവിനെ നയിച്ചത്. ഭാവിയിൽ പണിതുയർത്തേണ്ട ഭവനത്തിന് അടിസ്ഥാനമിടേണ്ട പാറയാണ് അവനെന്നതിനാലാണ് പാറ എന്നർത്ഥം വരുന്ന പത്രോസ് എന്ന പുതിയ പേര് യേശു അവന് നൽകുന്നു. ആ പുതിയ സഭയുടെ അധികാരി എന്ന നിലയിൽ സ്വർഗത്തിൻ്റെ താക്കോലുകൾ അവന് നൽകപ്പെടും. അവൻ ഭൂമിയിൽ കെട്ടുന്നതും അഴിക്കുന്നതും സ്വർഗത്തിലും സംഭവിക്കും. ഒരു ഹൃദയവും ഒരു ആത്മാവുമുള്ള ഒരു കൂട്ടായ്മയാണ് സഭ. അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഉണ്ടായിരിക്കും. ആ കൂട്ടായ്മയുടെ ഇംഗിതം ദൈവത്തിൻ്റെ ഇംഗിതം തന്നെയായിരിക്കും. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതിനാൽ അത്തരമൊരു കൂട്ടായ്മയ്ക്കെതിരെ നാരകീയ ശക്തി പ്രബലപ്പെടുകയില്ല. ആഗോളതലത്തിൽ 2000 വർഷങ്ങൾക്ക് ശേഷവും യേശുവിൽ വിശ്വസിക്കുന്ന 240 കോടി ജനങ്ങളും ഉണ്ട് എന്നത് ഇതിനെ സാധൂകരിക്കുന്നു. എന്നാൽ വിശ്വാസ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നതാണ് ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.